നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതത്തിലെ തന്നെ എന്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും അത്ഭുതകരമായ ഒരിടത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന പുന്നത്തൂർ ആനക്കോട്ട. ഒന്നോ രണ്ടോ അല്ല, 60-ലധികം ആനകൾ ഒന്നിച്ചു കഴിയുന്ന ഗജരാജാക്കന്മാർ വാഴുന്ന ഒരു കൊട്ടാരം. ആനപ്രേമികളുടെ സ്വർഗം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാം. ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആനകൾ വസിക്കുന്ന ഈ മണ്ണിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ചരിത്രവും ഐതിഹ്യവും ആനക്കഥകളും നിറഞ്ഞ ഈ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ കോട്ടയുടെ കവാടം കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു രാജകീയ പ്രൗഢി നമുക്ക് അനുഭവപ്പെടും. ചരിത്രമുറങ്ങുന്ന മണ്ണാണിത്. പണ്ട് പുന്നത്തൂർ രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു ഈ സ്ഥലം. കേരളീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായി നിലകൊള്ളുന്ന വലിയൊരു നാലുകെട്ടും മാളികയും ഇവിടെ ഇപ്പോഴുമുണ്ട്. എന്നാൽ കാലം മാറിയപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ അവകാശികൾ മാറി. 1975 ഗുരുവായൂർ ദേവസ്വം ഈ സ്ഥലം ഏറ്റെടുക്കുന്നത്. അതുവരെ ക്ഷേത്രത്തിന് സമീപമുള്ള കോവിലകത്തായിരുന്നു ആനകളെ പാർപ്പിച്ചിരുന്നത്. എന്നാൽ ഭക്തർ നടയിരുത്തുന്ന ആനകളുടെ എണ്ണം വർദ്ധിച്ചതോടെ അവയ്ക്ക് സ്വസ്ഥമായി കഴിയാൻ ഒരിടം വേണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൊട്ടാരം ആനക്കോട്ടയായി മാറുന്നത്. ഇന്ന് 11 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ വലിയ വളപ്പിൽ രാജാക്കന്മാർക്ക് പകരം വാഴുന്നത് ഗജരാജാക്കന്മാരാണ്. ഇവിടെയുള്ള ഓരോ ആനയ്ക്കും ഓരോ കഥ പറയാനുണ്ടാകും. ഭക്തർ ഗുരുവായൂരപ്പന് നടയിരുത്തൽ വഴിപാടായി നൽകിയിട്ടുള്ളവയാണ് ഇതിലെ ഭൂരിഭാഗം ആനകളും. ഇന്ദ്രസെൻ, ബൽറാം, നന്ദൻ തുടങ്ങിയ വമ്പന്മാരെയും നമുക്കിവിടെ കാണാം. ഇവരുടെ ദിനചര്യകൾ വളരെ രസകരമാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കുളിയും ഭക്ഷണമെല്ലാം വളരെ ചിട്ടയായിട്ടാണ് നടക്കുന്നത്. ഇവിടെയുള്ള വലിയ കുളത്തിൽ ആനകൾ കുളിക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. മണിക്കൂറുകളോളം നീളുന്ന കുളിയും പാപ്പാന്മാർ ശരീരം തേച്ചൊരിച്ച് കഴുകുന്നതുമെല്ലാം കണ്ടു നിൽക്കാൻ പ്രത്യേക കൗതുകമാണ്. ആനയും പാപ്പാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴമുള്ളതാണെന്ന് ഇവിടെ വന്നാൽ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടും. സുഖചികിത്സാ കാലത്ത് ഇവർക്ക് രാജകീയ പരിചരണമാണ് ലഭിക്കുന്നത്. ചോറും ശർക്കരയും മരുന്നുകളും നെയ്യും ഒക്കെ ചേർത്തുള്ള വലിയ ഉരുളകൾ പാപ്പാന്മാർ ഇവർക്ക് വെച്ച് നീട്ടുന്നത് കാണുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ അരുമകളാണിവരെന്ന് തോന്നിപ്പോകും. പുന്നത്തൂർ കോട്ടയെക്കുറിച്ച് പറയുമ്പോൾ ഗജരാജൻ ഗുരുവായൂർ കേശവനെ സ്മരിക്കാതെ ഈ വീഡിയോ പൂർത്തിയാകില്ല. ആനകളിലെ രാജാവായിരുന്നു കേശവൻ. ഗുരുവായൂരപ്പനോട് അപാരമായ ഭക്തി ഉണ്ടായിരുന്ന 3 മീറ്ററിലധികം ഉയരമുണ്ടായിരുന്ന കേശവൻ കേരളത്തിലെ ആനപ്രേമികളുടെ വികാരമായിരുന്നു. 1976 ഒരു ഏകാദശി ദിവസമാണ് കേശവൻ ചരിഞ്ഞത്. കേശവൻ്റെ ഓർമ്മയ്ക്കായി ആനക്കോട്ടയിൽ വലിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നും ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ആനകൾ കേശവൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് തുമ്പിക്കൈ ഉയർത്തി പ്രണാമം അർപ്പിക്കാറുണ്ട്. കണ്ടു നിൽക്കുന്നവരുടെ കണ്ണു നിറയിക്കുന്ന വളരെ വികാരഭരിതമായ ഒരു ചടങ്ങാണത്. കർക്കിടക മാസത്തിൽ നടക്കുന്ന ആനയൂട്ട് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആഘോഷമാണ്. ആനകളെ ലക്ഷ്മി വിനായക സങ്കല്പത്തിൽ പൂജിക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ഉത്സവത്തിന് ആനയോട്ടം നടക്കുമ്പോൾ അതിൽ വിജയിക്കുന്ന ആനയ്ക്കാണ് ക്ഷേത്രത്തിൽ ഭഗവാന്റെ തിടമ്പേറ്റാനുള്ള അവകാശം ലഭിക്കുന്നത്. അതെല്ലാം തുടങ്ങുന്നത് ഈ മണ്ണിൽ നിന്നാണ്. സഞ്ചാരികൾക്കായി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ചെറിയൊരു തുക പ്രവേശന ഫീസുണ്ട്. ക്യാമറ ഉപയോഗിക്കാനും അനുമതിയുണ്ട്. പക്ഷേ ഓർക്കുക, ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി മിണ്ടാപ്രാണികളുടെ വീടാണ്. അവരെ ഉപദ്രവിക്കുന്നതോ ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുന്നതോ ആയ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. ഫോട്ടോ എടുക്കാം, പക്ഷേ ഫ്ലാഷ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗുരുവായൂർ ദർശനത്തിന് വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട, അനുഭവിച്ചറിയേണ്ട ഒരിടമാണ് പുന്നത്തൂർ ആനക്കോട്ട. പുന്നത്തൂർ കോട്ടയുടെ പഴമയും ആനകളുടെ ഗാംഭീര്യവും പ്രകൃതിയുടെ ഭംഗിയും ഒത്തുചേരുന്ന ഈ അനുഭവം നേരിട്ട് തന്നെ കാണണം. കേരളത്തിൻ്റെ പൈതൃകവും ഗജപ്രൗഢിയും ഇത്രയധികം കാണാൻ കഴിയുന്ന മറ്റൊരു സ്ഥലം വേറെയില്ല. ഈ വീഡിയോയിലൂടെ ആനക്കോട്ടയുടെ ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് നൽകാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.